ദിലീപിന്റെ കേസുമായി ബന്ധപ്പെടുത്തി എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ. സമൂഹം ഇപ്പോൾ രണ്ട് ഭാഗമായി തിരിഞ്ഞു നിന്ന് ഒരു ഭാഗം ദിലീപിന് വേണ്ടിയും മറ്റൊരു ഭാഗം അതിജീവിതയ്ക്ക് വേണ്ടിയും ബാധിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ കോടതി വ്യവഹാരങ്ങളിൽ വന്നത് മറ്റൊരു ആംഗിളിൽ കാണാനാണ് നിയമ പഠനം കൂടി പൂർത്തിയാക്കിയിട്ടുള്ള എൻ്റെ ആഗ്രഹവും എൻ്റെ ലക്ഷ്യവും. ഞാൻ ഈ ജഡ്ജിമാരുമായും അതുപോലെ സീനിയർ വക്കീലന്മാരുമായിട്ടൊക്കെ പല പല കാര്യങ്ങളും പല ഘട്ടങ്ങളിലും സംസാരിക്കാനും ഓഫ് ദ റെക്കോർഡ് പലതും അവർ നമ്മളോട് മനസ്സ് തുറക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇതൊരു നിയമ കേസ് എന്നുള്ള നിലയിൽ അപ്പുറമാണ് സംസാരിക്കുന്നത്. ആരാണ് ദിലീപിന്റെ വക്കീൽ? രാമൻ പിള്ള 50 വർഷമായി പ്രവർത്തിക്കുന്ന വക്കീലാണ്. അദ്ദേഹം ഓപ്പറേഷൻ പോലും മാറ്റിവെച്ചുകൊണ്ടാണ് എവിടെ എത്തുന്നത്? കോടതിയിൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ കാലിന്റെ ഓപ്പറേഷൻ പോലും മാറ്റിവെച്ചിരിക്കുന്നു. നേരിട്ടാണ് രാമൻപിള്ള എത്തുന്നത്. പോളക്കുളം കൊലക്കേസ്, അഭയ കേസ്, ഫ്രാങ്കോ കേസ്, TP ചന്ദ്രശേഖരൻ വധം കേസ്, ഇത്രയും കേസുകളിൽ സുഖമായി പ്രതികളെ ഇറക്കിക്കൊണ്ട് പോകുന്നതിന് കഴിഞ്ഞിട്ടുള്ള വളരെ പ്രഗത്ഭനായ ഒരു ക്രിമിനൽ വക്കീൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പോളക്കുളം നമ്മുടെ മള്ളൂർ വക്കീൽ കഴിഞ്ഞാൽ ആളൂർ വക്കീലിനെ പോലെ ഒക്കെയുള്ള വളരെ പ്രസിദ്ധനായ ഒരു വക്കീലാണ്. അപ്പൊ ഇനിയാണ് നമ്മൾ ചോദ്യങ്ങളുടെ പെരുമഴ. TP ചന്ദ്രശേഖരൻ വധത്തിൽ ആരൊക്കെ പോകണ്ടിട്ടുണ്ടെങ്കിലും മോഹനൻ മാസ്റ്റർ പ്രതിയാകുന്നു. കോഴിക്കോട് മോഹനൻ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നുള്ള CPM ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ പ്രതിയാകുന്നു. ആ മോഹനൻ മാസ്റ്ററെ റിലീസ് ചെയ്യിച്ചെടുക്കുന്നതിൽ രാമൻപിള്ളയുടെ വലിയ അഭിഭാഷക കൗതുകവും നിയമ പ്രാഗൽഭ്യവും എക്സ്പീരിയൻസും സഹായിച്ചിട്ടുണ്ട്. ആ രാമൻപിള്ള, അങ്ങനെയുള്ള ഒരു രാമൻപിള്ള ദിലീപിന് വേണ്ടി വരുമ്പോൾ ഇപ്പുറത്ത് ആരാണ് വരേണ്ടത്? ഇപ്പുറത്ത് വന്നത് സാധാരണ പ്രോസിക്യൂഷന്റെ ആളുകളാണ്. അവർ രാമൻപിള്ളയെ തോൽപ്പിക്കാൻ മാത്രമുള്ള ഒരു കഴിവുള്ളവരാണോ എന്ന് പറയേണ്ടത് സർക്കാരാണ്. രണ്ടാമത് അതിജീവിതയ്ക്ക് വേണ്ടി പങ്കെടുത്തത് അഡ്വക്കേറ്റ് മിനിയാണ്, TB മിനി എന്ന മറ്റുമാണ്. ആ മിനി എന്ന് പറയുന്നവരും രാമൻപിള്ളയെ പോലുള്ള ഒരു വക്കീലിന്റെ മുമ്പിൽ ഒന്നുമല്ല. ആശ ഇന്നലെ ആശ എന്ന് പറയുന്ന ഒരു വക്കീൽ ചാനലിൽ പറഞ്ഞതുപോലെ രാമൻപിള്ള വക്കീലിന്റെ മുമ്പേ ഒന്നും ഞാൻ ഒന്നുമല്ല. ഇനി കോടതിയുടെ മനഃശാസ്ത്രം ഞാൻ പറയാം. അത് ഞാൻ കോടതികളുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുന്നതിന്റെ മനഃശാസ്ത്രമാണ്. വളരെ സീനിയർ ആയിട്ടുള്ള ജഡ്ജിമാരാണെങ്കിൽ അവർക്ക് ആരെയും ഭയക്കേണ്ടതില്ല. എത്ര രാമൻപിള്ള വന്നാലും, ഇനി പരാശരൻ വന്നാലും, പരശുരാമൻ നേരിട്ട് വന്നാലും അവർക്ക് ആരെയും ഭയമില്ല. അവർ സത്യസന്ധമായി പറയും, ഉത്തരവ് പറയും. അതേസമയം പ്രായം കുറഞ്ഞിട്ടുള്ള ഇപ്പൊ ഈ ദിലീപിന്റെ കേസിലൊക്കെ വിധി പറഞ്ഞിട്ടുള്ള പ്രായം കുറഞ്ഞിട്ടുള്ള വക്കീലന്മാരാണെങ്കിൽ, ജഡ്ജിമാരാണെങ്കിൽ അവരെക്കാൾ പ്രായമുള്ള വക്കീലന്മാരും എക്സ്പീരിയൻസിലുള്ള ഇതുപോലത്തെ കേസുകളെല്ലാം ജയിച്ചിട്ടുള്ള വക്കീലാണ് വരുന്നതെങ്കിൽ ഇവരുടെ മനസ്സുകൊണ്ട് അവർ പാകപ്പെടും. ആ വക്കീൽ പറയുന്നതെല്ലാം ശരിയായിരിക്കും, 100% ശരിയായിരിക്കും. കാരണം അദ്ദേഹം എക്സ്പീരിയൻസ്ഡാണ്. എന്നേക്കാൾ ക്രിമിനൽ കേസുകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നിന്ന് വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ശരിയായിരിക്കും. രണ്ടാമത്, ദിലീപിന് ഉൾപ്പെടെ വന്നപ്പോൾ ജഡ്ജി തൊഴുതു എന്ന് പറയുന്നത് എല്ലാവരും തൊഴും. ജഡ്ജി അവിടെ വന്നിരിക്കുന്ന എല്ലാവരും തൊഴുതിട്ടാണ് ഇരിക്കുന്നത്. ഇരിക്കുന്ന മുമ്പ് എല്ലാവരും തൊഴും, അല്ലാതെ എണീറ്റ് നിന്ന് തൊഴുതല്ല എന്നൊരു വാദമുണ്ട്. ഇരിക്കുന്ന മുമ്പേ തൊഴുതാണെന്നൊരു വാദമുണ്ട്. അപ്പൊ അത് എന്തോ ആയിക്കോട്ടെ, ഇരിക്കുന്ന മുമ്പേ തൊഴുതോ എണീറ്റ് തൊഴുതോ അത് വേറെ വിഷയമാണ്. എന്തായാലും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ദിലീപ് എന്ന് പറയുന്നത് ഒരു കഥാപാത്രമാണ്. സ്വാഭാവികമായിട്ടും അതിനോട് ആരാധന ഉള്ള ഒരു സംവിധാനം വരാം. ജഡ്ജിയെ ആരാധന സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നൊരു അഭിപ്രായവും നമുക്കില്ല. അപ്പൊ രാമൻപിള്ളയെ പോലുള്ള വലിയൊരു വക്കീൽ വരുമ്പോൾ, ഒരു ക്രിമിനൽ വക്കീൽ വാദിച്ച കേസെല്ലാം ജയിച്ച വലിയൊരു വക്കീൽ വരുമ്പോൾ ഇപ്പുറത്ത് വളരെ ദുർബലയായിട്ടുള്ള ഒരു മിനി നിൽക്കുമ്പോൾ, മാത്രമല്ല മിനിക്ക് അഭിപ്രായം പറയാൻ ചാൻസ് പോലും കിട്ടിയില്ലെന്നാ പറയുന്നത്. അങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. അപ്പൊ മിനിക്ക് അഭിപ്രായം പറയാൻ പോലും ചാൻസ് കിട്ടാതിരുന്ന, ചോദിച്ചാൽ വാദിയുടെ വക്കീലിന് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രമേ അവസരം കിട്ടൂ. അങ്ങനെ ചോദിച്ചില്ല, അതുകൊണ്ട് അവർക്ക് അവസരം കിട്ടിയില്ല. ഇത് അതെന്തുകൊണ്ട്? മിനി ആയതുകൊണ്ടാണ് അത് ചോദിക്കാൻ കോടതി ജഡ്ജി ഒരു അവസരം കൊടുക്കാതിരുന്നത്. ഒരുപക്ഷെ സുപ്രീം കോടതിയിലെ വളരെ സീനിയർ ആയിട്ടുള്ള, വളരെ പ്രഗത്ഭനായിട്ടുള്ള, രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു വക്കീലായിരുന്നു രാമൻപിള്ളയ്ക്കെതിരെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ജഡ്ജി കൃത്യമായി അവസരം കൊടുക്കുമായിരുന്നു. അങ്ങനെ ലിബർട്ടി ബഷീർ പറഞ്ഞു കോടിക്കണക്കിന് രൂപ അദ്ദേഹം ചെലവഴിക്കാം. എന്നിട്ടും എങ്ങനെയാണ് വിമൻസ് കളക്റ്റീവ് എന്ന് പറയുന്ന സംവിധാനം, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ഈ ഭാഗ്യലക്ഷ്മി, വിമൻസ് കളക്റ്റീവ്, ഇവരെല്ലാം കൂടി ഒരു പിള്ളാര് കളി പോലെ ഇത് കണ്ടോ എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ധാരാളമായി വരുന്നുണ്ട്. എല്ലാവരും കൂടി ഈ അതിജീവിതയോട് പറഞ്ഞു നമുക്ക് മിനി മതി വക്കീൽ എന്ന് പറയുമ്പോൾ അല്ലെ ചിലപ്പോൾ ഫ്രീ ആയിട്ടാണോ മിനി വാദിച്ചു കൊടുത്തതെന്ന് നമുക്കറിയത്തില്ല. കാരണം ഈ ദിലീപിനെ പോലൊരു വലിയ കേസല്ലേ. അപ്പൊ അതിജീവിതയ്ക്ക് ഫ്രീ ആയിട്ട് വാദിച്ചു കൊടുത്താൽ കിട്ടുന്ന ഒരു പബ്ലിസിറ്റിയും ഫേമസും എല്ലാം വരും.
ഇതെല്ലാം വെച്ചുകൊണ്ട് എന്തുകൊണ്ട് മിനി ഒഴിവായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വക്കീലിനെ വയ്ക്കുന്നതിന് അതിജീവിതയ്ക്ക് സാമ്പത്തികമായിരുന്നോ തടസ്സം എങ്കിൽ സ്വാഭാവികമായിട്ട് വിമൻ കളക്റ്റീവ് എന്ന് പറയുന്ന സിനിമാ മേഖലയിലുള്ള തന്നെ എത്രയോ ആളുകൾ, ബൈജു കൊട്ടാരക്കരെ പോലുള്ള ആളുകൾ, ലിബർട്ടി ബഷീറിനെ പോലെ ആളുകൾ, പിന്നെ അതുപോലെ തന്നെ വന്നിട്ടുള്ള നടന്മാരെല്ലാം, പൃഥ്വിരാജ് അടക്കമുള്ള എല്ലാ നടന്മാരും പറയുന്നു ഞങ്ങൾ അതിജീവിതയോടെ പോകണം. തീർച്ചയായിട്ടും പണം കൊടുക്കുമായിരുന്നില്ലേ? അപ്പോൾ അങ്ങനെ വക്കീലിനെ വച്ചതിൽ ഒരു അബദ്ധമില്ലേ? ജഡ്ജിയുടെ പ്രായവും പ്രധാനമാണ്, വളരെ പ്രധാനം. ഞാൻ ഈ പറഞ്ഞ അതിനേക്കാൾ സീനിയർ ആയിട്ടുള്ള വക്കീൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജഡ്ജിയെ ആ വക്കീലിന്റെ പ്രായവും എക്സ്പീരിയൻസും മുൻ കേസുകളിൽ വിജയിച്ചതും എല്ലാം സ്വാധീനിക്കും. കാര്യം ജഡ്ജിയും മനുഷ്യനാണ്, ജീവനുള്ള ഒരു വസ്തുവാണ്, സ്വാധീനിക്കും. ഇനി പല ജഡ്ജിമാരും, ഹൈക്കോടതിയിലെ പല ജഡ്ജിമാരും വളരെ സീനിയറായ വക്കീലന്മാർ ചോദിച്ചിട്ടാണ്, പല വക്കീലന്മാരോട് ചോദിച്ചിട്ടാണ് ആ കേസിലുള്ളതായിരിക്കത്തില്ല, മറ്റൊരു കേസുകളിലൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിൽ പെടാത്ത വളരെ സീനിയർ ആയിട്ടുള്ള വക്കീലന്മാരോടൊക്കെ ലാ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട് ജഡ്ജിമാർ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എവിടെയാണ് ഇതിനകത്ത് ഡ്രോപ്പ് പറ്റിയത്? പ്രോസിക്യൂഷൻ ഇതിനുശേഷം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ദിലീപുമായി ബന്ധിപ്പിക്കുന്ന നിരവധി തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി 12-ാം തീയതിയാണ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, കേസിന്റെ ഡീറ്റെയിൽസ് പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ജഡ്ജിയെ കുറിച്ച് അങ്ങനെ മോശം പേരൊന്നുമില്ല, അവർ വളരെ ഡൈനാമിക് ആയ ഒരു ജഡ്ജിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അവരെ രാമൻപിള്ള വക്കീലിനെ കൗണ്ടർ ചെയ്യാൻ, ഇത് മാത്രമല്ല രാമൻപിള്ള വക്കീൽ പോലെ ദിലീപ് എന്ന് പറയുന്നത് എറണാകുളത്തും വാദിസമ്പന്നനും വലിയ സ്വാധീനമുള്ള ആളുമാണ് ദിലീപ്. സിനിമാ മേഖലയിലാകട്ടെ പുറത്താകട്ടെ വലിയ സ്വാധീനവും ഫാൻസും ഒക്കെ ഉള്ള ഒരാളാണ് ദിലീപ്. അപ്പോൾ വലിയ അതിസമ്പന്നനായ ദിലീപിനെ പോലെ വലിയ ഫാൻസും സംവിധാനവും സ്വാധീനവുമുള്ള സിനിമാ മേഖലയിൽ തന്നെ വലിയ സ്വാധീനമുള്ള ആളുകൾ. കാരണം അത് ഞാൻ പറയാൻ കാരണം, ഇന്നലെ ദിലീപിനെ വെറുതെ വിട്ടുവന്നിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ഫെഫ്ക പറയുകയാണ് തിരിച്ചെടുക്കാവുന്ന ഒരു കമ്മിറ്റിയെങ്കിലും കൂടണ്ടേ? ഭാഗ്യലക്ഷ്മി ചോദിച്ച കണക്ക് ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിക്കുമെന്ന് പറയണ്ടേ? 3 സിനിമാ സംഘടനകളും ഞങ്ങൾ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അത്ര വേഗത്തിൽ തിരിച്ചെടുക്കാൻ കഴിയുന്ന വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ദിലീപ്. അപ്പൊ ആ സ്വാധീനമുള്ള ഒരു വ്യക്തി ഒരു വശത്ത്, അതുപോലെ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വക്കീല്, പ്രായം കൊണ്ട്, അനുഭവം കൊണ്ടല്ല, പ്രായം കൊണ്ട് ജൂനിയർ ആയിട്ടുള്ള ഒരു ജഡ്ജി, ഇതിന്റെ ഒരു ഇക്വേഷനായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ കാണുന്നവരൊന്ന് വിലയിരുത്തണം. പിന്നെ പ്രോസിക്യൂഷനും ഈ കാര്യങ്ങളെ ക്ലബ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയി. ഈ നമ്മളെ ദൃശ്യം സിനിമയിലെ കഥ പറയും പോലെ അല്ലെങ്കിൽ പല സിനിമകളിലും കാണും പോലെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇനി മേൽക്കോടതികളിൽ പോയാലും എങ്ങനെ ഇരിക്കുമെന്നറിയില്ല. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മേൽക്കോടതികൾ എപ്പോഴും ആളുകളെ ശിക്ഷിക്കാനിരിക്കുന്ന കോടതിയല്ല, ആളുകളെ രക്ഷിക്കാനാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു രസകരമായ കഥ പഠിച്ചാൽ രക്ഷിക്കാനാണ്. ഒരുപക്ഷെ ദിലീപിനെ കൂടി പൾസാർ സുനി അടക്കമുള്ള ആളുകൾ മേൽക്കോടതിയിൽ അവരും പോകുമല്ലോ, സ്വാഭാവികമായിട്ട് ദിലീപൊക്കെ വളർത്തുന്ന അവരും പോകും. പൾസാർ സുനിയെപ്പോലുള്ള ആളുകൾ ഈ സെഷൻസ് കോടതിയുടെ വിചാരണ കോടതിക്കെതിരെ മേൽക്കോടതിയിൽ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന അത്ര പ്രിവിലേജ് അതിജീവിതയ്ക്ക് കിട്ടില്ല. കാരണം തള്ളിയ കേസിന് മേൽക്കോടതികൾ കാണുന്ന ഒരു തള്ളിയ കേസായിട്ടാണ് ആ മൈൻഡ് സെറ്റോട് കൂടിയായിരിക്കും നോക്കുന്നത്. അതേസമയം പല കേസുകളിലും പുനരന്വേഷണം പറഞ്ഞിട്ടുമുണ്ട്. ഹൈക്കോടതി, സുപ്രീം കോടതിയൊക്കെ ഒരുപാട് കേസുകളിൽ പുനരന്വേഷണം പറഞ്ഞിട്ടുണ്ട്. വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളെ അപ്പാടെ എടുത്ത് കളഞ്ഞിട്ടുമുണ്ട്. അതെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രിവിലേജ് ഇപ്പോഴും ദിലീപിന് കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു നിയമപരമായ ഒരു സാധ്യത. എന്തായാലും അവസാന പോയിന്റായിട്ട് പറയുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുന്നത്, പൊതുസമൂഹത്തിന് ഒരു പൊതുബോധമുണ്ടല്ലോ, ഇതെല്ലാം കാണുന്ന ഒരു പൊതുബോധത്തിൽ വരുന്ന പൊതുസമൂഹം വിശ്വസിക്കുന്നത് പൾസർ സുനിയുടെ സംഘമോ ഒറ്റയ്ക്ക് ഇത് ചെയ്യാനുള്ള ഒരു സാധ്യതയുമില്ല. ആരോ ഇതിന്റെ പിന്നിലുണ്ട്. അത് ഈ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് തെളിവുകൾ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ദിലീപിലേക്ക് തന്നെ പോകണം കാര്യങ്ങൾ എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ഇനി ദിലീപല്ല മറ്റാരെങ്കിലുമാണ് ഈ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതും അറിയണം. ആരും കൊട്ടേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പൾസാർ സുനി സംഘം അത് പറയണം. അതുകൊണ്ട് തന്നെ നുണ പരിശോധനകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക പരിശോധനാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കേസിനെ നിരീക്ഷിക്കുന്ന പുതിയ രീതികളൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ഇനി സാധാരണ പോലെ ഒരാളെ കൊന്നു അല്ലെങ്കിൽ ഇതുപോലത്തെ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ ഇതുപോലത്തെ കേസ് വന്നാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ തെളിവുണ്ടെങ്കിൽ പിന്നെ 7 വർഷം ബാധിക്കേണ്ട കാര്യമില്ല, പിറ്റേ ദിവസം ഇത് ചെയ്യാമല്ലോ. അപ്പൊ 7 വർഷം ബാധിച്ചത് ഇതിന്റെ തെളിവെടുക്കുന്നതിനും കേസിനെ വിലയിരുത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്. എന്തായാലും തെളിവില്ല എന്നുള്ള കാര്യം കൃത്യമായി ഡയറക്റ്റ് ആയിട്ട് ദിലീപിലേക്ക് പോകുന്ന തെളിവില്ല എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്സ് എന്നാണ് കുറെ വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ പറയുന്നത്. അപ്പോൾ തന്നെ ഈ നിൽക്കുന്ന പൊതുബോധവും കുറെ വക്കീലന്മാർ തന്നെ വന്ന് പറയുന്നു കൃത്യമായി ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ടെന്ന്. കാലവും സത്യവും തെളിയിക്കട്ടെ.
അതാണല്ലോ പ്രപഞ്ചത്തിൻ്റെ രീതി. എത്ര കാലമെടുത്താലും സത്യം തെളിയുന്നതാണല്ലോ നമ്മുടെ ഒരു കാഴ്ചപ്പാടും നമ്മുടെ രീതിയും.